എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പൊതുവായ ഉപകരണങ്ങൾ, ടൂളുകൾ, എക്യുപ്മെന്റ് എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പഠിക്കാം. ഉപകരണങ്ങൾ, ആയുധങ്ങൾ, എക്യുപ്മെന്റ് എന്നിവയുടെ പരിപാലനവും അത് കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുക. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. പൊതു വർക്ക്ഷോപ്പ് ടൂളുകൾ തിരിച്ചറിയുക. 2. വർക്ക്ഷോപ്പ് ഉപകരണങ്ങൾ തിരിച്ചറിയുക. 3. കൃത്യമായ ഉപകരണങ്ങൾ തിരിച്ചറിയുക. 4. ഉപകരണങ്ങളുടെയും മറ്റ് ടൂളുകളുടെയും പരിചരണവും പരിപാലനവും. നടപടിക്രമം. ടാസ്ക് 1. പൊതുവായ വർക്ക്ഷോപ്പ് ടൂളുകൾ തിരിച്ചറിയുക. സീരിയൽ നമ്പർ 1. പേര്: ബോൾ പിൻ ചുറ്റിക. ഉപയോഗങ്ങൾ: ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള പന്തിന്റെ ആകൃതിയിലുള്ള തലയും മറുവശത്ത് പരന്ന മുഖവും ഉള്ള ഒരുതരം ചുറ്റികയാണ് ബോൾ പിൻ ചുറ്റിക. മെറ്റൽ വർക്കിംഗിലും മറ്റ് ആപ്ലിക്കേഷനുകളിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. അവിടെ വൃത്താകൃതിയിലുള്ള അറ്റം ലോഹം രൂപപ്പെടുത്തുന്നതിനും ഉപയോഗപ്രദമാണ്. 2. സ്റ്റീൽ റൂളർ. സ്റ്റീൽ റൂളർ മെറ്റൽ റൂളർ അല്ലെങ്കിൽ എഞ്ചിനീയർ സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. വിവിധ ആപ്ലിക്കേഷനുകൾക്കായി, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റിംഗ്, ആർക്കിടെക്ചർ, മറ്റ് കൃത്യമായ ജോലികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഒരു നേരായ അളക്കൽ ഉപകരണമാണ്. 3. ഫ്ലാറ്റ് ഫയൽ. ഒരു ഫ്ലാറ്റ് ഫയൽ എന്നത് മരപ്പണി, ലോഹപ്പണികൾ, മറ്റ് വിവിധ ട്രേഡുകൾ എന്നിവയിൽ മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിനും ഉപരിതലങ്ങൾ സുഗമമാക്കുന്നതിനും അല്ലെങ്കിൽ വർക്ക് പീസുകൾ രൂപപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഫ്ലാറ്റ് ഫയലുകൾക്ക് പരന്നതും ചതുരാകൃതിയിലുള്ളതുമായ ക്രോസ് സെക്ഷൻ ഉണ്ട്. അവ സാധാരണയായി ഇരട്ട കട്ട് ആണ്, അതായത് അവയ്ക്ക് മുഖത്തും അരികുകളിലും പല്ലുകളുണ്ട്. 4. ടേബിൾ വൈസ്. ഒരു ടേബിൾ വൈസ്, ബെഞ്ച് വൈസ് അല്ലെങ്കിൽ വർക്ക് ബെഞ്ച് വൈസ് എന്നും അറിയപ്പെടുന്നു. മരപ്പണി, മെറ്റൽ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു വർക്ക് പീസിൽ സ്ഥിരമായ പിടി ആവശ്യമുള്ള മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകൾ പോലുള്ള വിവിധ ജോലികളിൽ വർക്ക് പീസുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു മെക്കാനിക്കൽ ഉപകരണമാണ്. 5. സ്ക്രൈബർ. ഒരു വർക്ക് പീസിൽ ലൈനുകൾ അടയാളപ്പെടുത്തുന്നതിനോ സ്കോർ ചെയ്യുന്നതിനോ ലോഹപ്പണി, മരപ്പണി, വിവിധ കൃത്യതയുള്ള ജോലികൾ എന്നിവയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കൈകൊണ്ടുള്ള ഉപകരണമാണ് സ്ക്രൈബർ. ഇത് സാധാരണയായി ഒരു ഹാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന നേർത്ത, കൂർത്ത ലോഹ റോഡ് അല്ലെങ്കിൽ ബ്ലേഡ് ഉൾക്കൊള്ളുന്നു. 6. കോമ്പിനേഷൻ പ്ലെയർ. ഇത് ഫോർജ്ഡ് ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വയറിംഗ് അസംബ്ലിയിലും അറ്റകുറ്റപ്പണിയിലും ചെറിയ ജോലികൾ മുറിക്കാനും വളച്ചൊടിക്കാനും വലിക്കാനും പിടിക്കാനും ഇതുപയോഗിക്കുന്നു. ഒരു നോൺ ഇൻസുലേറ്റഡ് തരവും ലഭ്യമാണ്. ലൈവ് ലൈനുകളിൽ പ്രവർത്തിക്കാൻ ഇൻസുലേറ്റഡ് പ്ലയർ ഉപയോഗിക്കുന്നു. 7. നോസ് പ്ലെയേഴ്സ്. നീളമുള്ള നോസ് പ്ലെയർ എന്നത് ഒരു തരം ഹാൻഡ് ടൂൾ ആണ്. പരിമിതമായ ഇടങ്ങളിൽ എത്തുക, ചെറിയ വസ്തുക്കളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ വളരെ കൃത്യത ആവശ്യമുള്ള ജോലികൾക്കായി ഈ പ്ലെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 8. ഉളി. ഒരു അറ്റത്ത് മൂർച്ചയുള്ള മെറ്റൽ ബ്ലേഡും മറ്റേ അറ്റത്ത് ഒരു പിടിയുമുള്ള ഒരു കട്ടിംഗ് ഉപകരണമാണ് ഉളി. ഉളിയുടെ പിൻഭാഗത്ത് ചുറ്റിക അല്ലെങ്കിൽ മാലറ്റ് ഉപയോഗിച്ച് അടിച്ച് മരം, ലോഹം അല്ലെങ്കിൽ കല്ലുപോലുള്ള വസ്തുക്കൾ മുറിക്കാനോ കൊത്തുപണി ചെയ്യാനോ വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉളികൾ വിവിധ ആകൃതികളിലും വലുപ്പങ്ങളിലും വരുന്നു. ഓരോന്നും പ്രത്യേക ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 9. ഹാക്സോ ഫ്രെയിം. ലോഹം, പ്ലാസ്റ്റിക്, മരം തുടങ്ങിയ വിവിധ വസ്തുക്കൾ മുറിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു കൈ ഉപകരണമാണ് ഹാക്സോ ഫ്രെയിം. നേർത്ത പല്ലുകളുള്ള ഒരു ഇടുങ്ങിയതും നീക്കം ചെയ്യാവുന്നതുമായ ബ്ലേഡ് പിടിക്കുന്ന ഒരു ഫ്രെയിം ഇതിലടങ്ങിയിരിക്കുന്നു. വ്യത്യസ്ത ബ്ലേഡ് നീളങ്ങൾ ഉൾക്കൊള്ളാൻ ഫ്രെയിം സാധാരണയായി ക്രമീകരിക്കാവുന്നതാണ്. 10. ഡ്രിൽ ബിറ്റുകൾ. വിവിധ വസ്തുക്കളിൽ ദ്വാരങ്ങൾ സൃഷ്ടിക്കാൻ ഡ്രിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളുകളാണ് ഡ്രിൽ ബിറ്റുകൾ. അവ വൈവിധ്യമാർന്ന തരത്തിലും വലിപ്പത്തിലും വരുന്നു. ഓരോന്നും നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾക്കും മെറ്റീരിയലുകൾക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഡ്രിൽ ബിറ്റുകൾ സാധാരണയായി ഹൈസ്പീഡ് സ്റ്റീൽ HSS കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രത്യേക ആപ്ലിക്കേഷനുകൾക്കായി കാർബൈഡ് പോലുള്ള വസ്തുക്കൾ. ടാസ്ക് 2. വർക്ക്ഷോപ്പ് ഉപകരണങ്ങൾ തിരിച്ചറിയുക. സീരിയൽ നമ്പർ 1. പേര്:
പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ. ഉപയോഗം: സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീന്റെ വിപുലീകരിച്ച പതിപ്പാണിത്. ഈ ഡ്രില്ലിംഗ് മെഷീനുകൾ തറയിൽ ഘടിപ്പിച്ച് കൂടുതൽ ശക്തമായ ഇലക്ട്രിക് മോട്ടോറുകളാൽ നയിക്കപ്പെടുന്നു. ഭാരിച്ച ജോലികൾക്കാണ് ഇവ ഉപയോഗിക്കുന്നത്. പില്ലർ ഡ്രില്ലിംഗ് മെഷീനുകൾ വിവിധ വലുപ്പങ്ങളിൽ ലഭ്യമാണ്. 2. ബെഞ്ച് ഗ്രൈൻഡിംഗ് മെഷീൻ. ഒരു ബെഞ്ച് ഗ്രൈൻഡിംഗ് മെഷീൻ എന്നത് ഒരു വർക്ക് ബെഞ്ചിൽ ഘടിപ്പിച്ചിരിക്കുന്നതും വിവിധ ഗ്രൈൻഡിംഗ്, മൂർച്ചകൂട്ടൽ, മിനുക്കുപണികൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നതുമായ ഒരു ബഹുമുഖ ഉപകരണമാണ്. മെറ്റീരിയൽ നീക്കം ചെയ്യാനോ ഉപകരണങ്ങൾ മൂർച്ച കൂട്ടാനോ ഉയർന്ന വേഗതയിൽ കറങ്ങുന്ന 1-2 ഉരച്ചിലുകൾ, ഗ്രൈൻഡിംഗ് വീലുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 3. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ. ഒരു പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ പലപ്പോഴും ഹാൻഡ് ഡ്രിൽ അല്ലെങ്കിൽ കോഡ്ലെസ് ഡ്രിൽ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് വിവിധ വസ്തുക്കളിൽ ദ്വാരങ്ങൾ ഇടുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബഹുമുഖ പവർ ടൂളാണ്. വലുതും നിശ്ചലവുമായ ഡ്രില്ലിംഗ് മെഷീനുകൾക്ക് സൗകര്യപ്രദവും പോർട്ടബിൾ ബദലാണിത്. നിർമ്മാണം, മരപ്പണി, ലോഹപ്പണി മുതലായവയിൽ പോർട്ടബിൾ ഡ്രില്ലുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. 4. കട്ടിംഗ് മെഷീൻ. ഒരു കട്ടിംഗ് മെഷീൻ എന്നത് അധികമോ അനാവശ്യമോ ആയ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മെറ്റീരിയലുകൾ മുറിക്കാനോ രൂപപ്പെടുത്താനോ ട്രിം ചെയ്യാനോ രൂപകൽപ്പന ചെയ്ത വിവിധ തരം മെഷീനുകളെ സൂചിപ്പിക്കുന്നു. ഈ മെഷീനുകൾ വൈവിധ്യമാർന്ന വ്യവസായങ്ങളിലും ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു. അവ വിവിധ രൂപങ്ങളിൽ വരുന്നു. ഓരോന്നും നിർദ്ദിഷ്ട കട്ടിംഗ് ജോലികൾക്ക് അനുയോജ്യമാണ്. 5. എയർ കംപ്രസർ ഫ്ലഷിംഗ് പ്രക്രിയയിൽ ഏതെങ്കിലും മലിനീകരണമോ അവശിഷ്ടങ്ങളോ നീക്കം ചെയ്യുന്നതിനും സിസ്റ്റത്തിന്റെ ഘടകങ്ങളിലൂടെ ഒരു ക്ലീനിംഗ് ഏജന്റോ റെഫ്രിജറന്റോ വീശാൻ ഒരു എയർ കംപ്രസർ ഉപയോഗിക്കാം. 6. ഓക്സിജനും അസറ്റിലീൻ സിലിണ്ടറുകളും. വെൽഡിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻ സമയത്ത് ടോർച്ച് ഓപ്പറേറ്റർ ഓക്സിജന്റെയും അസറ്റിലീന്റെയും ഫ്ലോ റേറ്റ് ക്രമീകരിച്ച് നിർദ്ദിഷ്ട ജോലിക്ക് ആവശ്യമായ ജ്വാലാ സവിശേഷതകൾ കൈവരിക്കുന്നു. 7. നൈട്രജനും CO2 സിലിണ്ടറും. ലീക്ക് ടെസ്റ്റിംഗിനായി നൈട്രജനും CO2 സിലിണ്ടറുകളും ഉപയോഗിക്കുന്നത് റെഫ്രിജറേഷനും HVACയും ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങളിലെ ഒരു സാധാരണ രീതിയാണ്. നൈട്രജനും CO2വും ലീക്ക് ടെസ്റ്റിംഗിന് മുൻഗണന നൽകുന്നു. കാരണം അവ റിയാക്റ്റീവ് അല്ലാത്തതും തീ പിടിക്കാത്തതുമാണ്. ഇത് ജ്വലനത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനോ പരിശോധിച്ച സിസ്റ്റത്തിന് കേടുപാടുകൾ വരുത്തുന്നതിനോ ആണ്. ടാസ്ക് 3. കൃത്യമായ ഉപകരണങ്ങൾ തിരിച്ചറിയുക. സീരിയൽ നമ്പർ 1. പേര്: വെർനിയർ കാലിപ്പർ. ഉപയോഗം: ഒരു വെർനിയർ കാലിപ്പർ പലപ്പോഴും കാലിപ്പർ എന്ന് വിളിക്കപ്പെടുന്നു. ഉയർന്ന കൃത്യതയോടെ വസ്തുക്കളുടെ അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായ അളക്കൽ ഉപകരണമാണിത്. നീളം, വീതി, കനം എന്നിവയുടെ കൃത്യമായ അളവുകൾ എടുക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു മെയിൻ സ്കെയിലും സ്ലൈഡിംഗ് വെർനിയർ സ്കെയിലും ഇതിലടങ്ങിയിരിക്കുന്നു. കൃത്യമായ അളവുകൾ ആവശ്യമുള്ള വിവിധ വ്യവസായങ്ങളിലും ലബോറട്ടറികളിലും വർക്ക്ഷോപ്പുകളിലും വെർനിയർ കാലിപ്പറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. 2. സ്ക്രൂ ഗേജ്. മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ് എന്നും അറിയപ്പെടുന്ന ഒരു സ്ക്രൂ ഗേജ് ഉയർന്ന കൃത്യതയോടെ ചെറിയ അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായ അളക്കൽ ഉപകരണമാണ്. യു ആകൃതിയിലുള്ള ഫ്രെയിം, ഒരു സ്പിൻഡിൽ, ഒരു ആൻവിൽ, ഒരു പിടി എന്നിവ അടങ്ങിയിരിക്കുന്നു. കൃത്യമായ അളവുകൾ നിർണായകമായ നിർമ്മാണം, എഞ്ചിനീയറിംഗ്, ശാസ്ത്രീയ ലബോറട്ടറികൾ എന്നിവയിൽ സ്ക്രൂ ഗേജുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. 3. ഹൈറ്റ് ഗേജ്. ഹൈറ്റ് ഗേജ് അല്ലെങ്കിൽ ഉയരം അളക്കുന്ന ഉപകരണം എന്നും അറിയപ്പെടുന്ന ഒരു ഹൈറ്റ് ഗേജ് ഒരു റഫറൻസ് ഉപരിതലവും ഒരു വസ്തുവിന്റെ മുകളിലെ പ്രതലവും തമ്മിലുള്ള ലംബമായ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായ അളക്കൽ ഉപകരണമാണ്. അതിൽ ഒരു ലംബനിര, അളക്കുന്ന സ്കെയിൽ, ഒരു പ്രോബ് അല്ലെങ്കിൽ അളക്കുന്ന തല എന്നിവ അടങ്ങിയിരിക്കുന്നു. വർക്ക് പീസുകളുടെയും ഘടകങ്ങളുടെയും കൃത്യമായ ഉയരം അളക്കുന്നതിന് നിർമ്മാണം, മെഷീനിംഗ്, മെട്രോളജി എന്നിവയിൽ ഹൈറ്റ് ഗേജുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. 4. അഡ്ജസ്റ്റബിൾ റൂളർ. അഡ്ജസ്റ്റബിൾ റൂളർ എന്നത് സാധാരണയായി ഒരു റൂളർ അല്ലെങ്കിൽ അളക്കുന്ന ഉപകരണത്തെ സൂചിപ്പിക്കുന്നു. അത് വ്യത്യസ്ത നീളങ്ങളോ ആകൃതികളോ ഉൾക്കൊള്ളുന്നതിനായി പരിഷ്കരിക്കാനോ വിപുലീകരിക്കാനോ കഴിയും. വിവിധ തരത്തിലുള്ള ക്രമീകരിക്കാവുന്ന റൂളറുകളുണ്ട്. ഓരോന്നും നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 5. സ്പിരിറ്റ് ലെവൽ. ഒരു സ്പിരിറ്റ് ലെവൽ
ബബിൾ ലെവൽ അല്ലെങ്കിൽ ലളിതമായി ഒരു ലെവൽ എന്നും അറിയപ്പെടുന്നു. തിരശ്ചീന തലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപരിതലത്തിന്റെ ചരിവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഒരു ദ്രാവകവും, സാധാരണയായി ആൽക്കഹോൾ അല്ലെങ്കിൽ എണ്ണയും, ഒരു വായു കുമിളയും അടങ്ങിയ ഒന്നോ അതിലധികമോ വയലുകളുള്ള നേരായ കട്ടിയുള്ള ബോഡി ഇതിൽ അടങ്ങിയിരിക്കുന്നു. വയലിലുള്ള കുമിള വയലിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നീങ്ങുന്നു. ഇത് ഉപരിതലം നിരപ്പാണോ അതോ ചരിവുള്ളതാണോ എന്ന് സൂചിപ്പിക്കുന്നു. റീക്യാപ്പ്: ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. 1. പൊതു വർക്ക്ഷോപ്പ് ടൂളുകൾ തിരിച്ചറിയുക. 2. വർക്ക്ഷോപ്പ് ഉപകരണങ്ങൾ തിരിച്ചറിയുക. 3. കൃത്യമായ ഉപകരണങ്ങൾ തിരിച്ചറിയുക. 4. ഉപകരണങ്ങളുടെയും മറ്റ് എക്യുപ്മെന്റുകളുടെയും പരിചരണവും പരിപാലനവും.